അപ്പോൾ വേറൊരാൾ വരാം, ഒരുപക്ഷെ ലാലിന് ഇഷ്ടമുള്ള ആളാണ്. വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയിൽ ലാലിൻ്റെ നായികയാണ്. Any hero, when you're doing a drunken scene, they do a very cliched what you say kind of thing. They all follow a certain guideline, like this is how you walk and this is how you talk when you're drunk, kind of a thing. All of us do it, not heroes. I think all of us do that. But he did it totally differently, totally naturally. I think that was the first time I realized personally that he's truly a great actor. പത്മരാജൻ്റെ സിനിമകൾ ഒരു സൗരഭ്യം പോലെയായിരുന്നു. ഈ സിനിമ എനിക്കൊന്ന് തൂവാനം തുമ്പി എന്നുള്ള സിനിമയെക്കുറിച്ചാണ് സുമലത പറയുന്നത്. ആ സിനിമ എനിക്കും വളരെ വേണ്ടപ്പെട്ട സിനിമയായിരുന്നു ലാൽ. എന്ന കാരണം എന്താ വെച്ചാൽ ലാലിപ്പോൾ അറിയുന്നുണ്ടാവില്ല, ആ സിനിമയിൽ ഞാനും ലാലിൻ്റെ പുറകിലുണ്ടായിരുന്നു. കേരളവർമ്മ കോളേജിൽ ഞാൻ MA പഠിക്കുമ്പോഴാണ് ലാല് സ്കൂട്ടറിൽ വന്ന് പാർവതി ശല്യപ്പെടുത്താൻ ആ വരാന്തയിൽ വെച്ച് ലാലിനെ ഓടിക്കുന്നുണ്ട്. അതിലുണ്ട് ഞാൻ. അതെ അതെ അതെ, വളരെ സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ വികൃതമായൊരു രൂപം എൻ്റെ ഉണ്ടാകാം. സുമലത പറഞ്ഞൊരു കാര്യം വളരെ തന്മയത്വത്തോടെ, സുമലതയായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തൂവാനത്തുമ്പികളൊന്നും അല്ല, എനിക്കറിയാം. ചക്രവാളം ചുവന്നപ്പോൾ എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 30-32 വർഷം മുമ്പുള്ള സമയം. അതാണ്. സുമലത വളരെ സുന്ദരിയായിരുന്ന സമയത്ത്. അവരിപ്പോഴും സുന്ദരി തന്നെയാണ്. ഞാൻ ഈയിടെയും അവരെ കണ്ടു. ഇത് താഴ്വാരം എന്നുള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമ 1000 പ്രാവശ്യം കണ്ട ആൾക്കാരെ എനിക്കറിയാം. അതൊരു കൾട്ട് സിനിമയായിട്ട് മാറിയാണ് അല്ലേ. ഏറ്റവും പ്രണയത്തിന് ഒരു വലിയ ഭാഷ കൊടുത്താണ്. അതായത് ഇൻഹിബിഷൻ എന്ന് പറയുന്ന സാധനം മുഴുവൻ കളഞ്ഞിട്ടുള്ളൊരു പ്രകടനമാണ് അല്ലേ ജയദേവൻ അല്ലെങ്കിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പം ആ സമയത്ത് അവർ പറഞ്ഞ പോലെ ഒരു മദ്യത്തിൻ്റെ ലഹരിയിനേക്കാളും കൂടുതൽ ഒരു ഉന്മാദത്തിലാണ് അയാൾ പല കാര്യങ്ങളും ആ സ്ത്രീയോട് പറയുന്നത്. അത് പ്രണയത്തെ ആവാം അല്ലെങ്കിൽ ലസ്റ്റ് ആകാം, എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതൊരു നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഒബ്സർവേഷൻ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകളുണ്ടായിട്ടുണ്ട്. അതായത് നമ്പർ 20 മദ്രാസ് മെയിൽ അല്ലേ, ചിത്രം, അങ്ങനെ സ്പിരിറ്റ്, അങ്ങനെ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ആൽക്കഹോളിൻ്റെ ബലത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ പിൽക്കാലത്ത് എനിക്ക് അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഭാഗ്യം എന്നല്ല പറയുന്നത്, ദാറ്റ് ഈസ് അദ്ദേഹം അവർ പറഞ്ഞത് ശരിയാണ്. അതൊരു നമ്മൾ എപ്പോഴും വേറെ കള്ളു കുടിച്ച ഒരാളുടെ ഭാവത്തിലേക്ക് അല്ല പോകാൻ ശ്രമിക്കും നമ്മൾ. അങ്ങനെ ഒരു മാജിക് ഇഫാണ്, ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനാണ് ആ അവസ്ഥയിൽ, ഞാനാണ് ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാതെ ഒരു ബോധമുണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം രംഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ണി നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഛായ ഇവിടെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, ഒരുപക്ഷെ സത്യനോ പ്രേം നസീറോ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ലാലിലേക്ക്, സത്യന് വളരെ ഇഷ്ടമായിരുന്നൊരു നടനാണ് ലാൽ, അത് സന്നിവേശിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സീൻ ഒരുപക്ഷെ വിഭാവനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു മദ്യപാന സീൻ ഒന്നും വിഭാവനം ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ലല്ലോ. അത് വേറൊരു ബോഡി ലാംഗ്വേജും വേറൊരു കെമിസ്ട്രിയും വേറൊരു ക്യാരക്ടറും ഒക്കെ അല്ലേ. ഇപ്പോൾ തച്ചോളി അദ്ദേഹം ചെയ്തതുകൊണ്ട് എനിക്ക് വേറൊരു സിനിമയിൽ വാൾപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരിക്കലും ഒന്നിനും പകരമാകുന്നില്ല എന്നുള്ള തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്.